വാർത്തകൾ വായിക്കുന്നത് നിഖില സോമൻ. കഴിഞ്ഞയാഴ്ചയിൽ കോലഞ്ചേരി ഗ്രാമത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ജില്ലാ കലക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും ഭീതിയിലാണ്. അതിനെ തുടർന്ന് കോലഞ്ചേരി ഗ്രാമത്തിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു. അതിനാൽ കോലഞ്ചേരി ഗ്രാമം മുഴുവനും 24 മണിക്കൂർ നേരവും ശക്തമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. രംഗ രംഗ രംഗ, നീ വിഷമിക്കണ്ട. ഞാൻ വന്നു. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ ധൈര്യമായിട്ടിരിക്കൂ. മൂപ്പാ, എന്താ രംഗ? നിങ്ങളത് കേട്ടോ? എന്ത്? ആ ശബ്ദം. എന്ത് ശബ്ദം? ആ കോക്കാള ശബ്ദം. കോക്കാള ശബ്ദോ? ആ, അത് ഞാൻ കേട്ടു. കേട്ടെന്നോ? നന്നായിട്ട് കേട്ടു. ദേവി വന്നു. ദേവി വന്നെന്നോ? കോക്കാളെ എടുത്ത് ഊതാൻ തുടങ്ങിയിട്ടുണ്ട്. അവളതിന് നിർത്താൻ പോകുന്നില്ല. അവൾ എന്നോട് സംസാരിച്ചു. സംസാരിച്ചെന്നോ? രംഗ, നീ വിഷമിക്കണ്ട. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. നമ്മുടെ ദേവി വന്നല്ലോ. ഇനി ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി മുതൽ നമുക്ക് സന്തോഷിക്കാം. ഊതടാ, ഊത് രംഗ, ഊതടാ, ഊത്. എന്താണ് ഇവിടെ? എന്താണ് നിനക്കൊക്കെ ഇവിടെ പരിപാടി? രാത്രി ഇവിടെ എന്താണ് ചെയ്യുന്നത്? നട്ടപ്പാതിലേക്ക് ഉറങ്ങുന്ന നേരത്താണോ ഊത്തൂതിക്കൊണ്ടിരിക്കുന്നത്? മറ്റവന്മാരെ ഈ രാത്രി എന്ത് കൂടാലോചന നടത്തുന്നത്? ഇനി അടുത്തത് ആർക്കിട്ടാണ് നീയൊക്കെ ബോംബ് വെക്കാൻ പോകുന്നത്? എടാ, നീയൊക്കെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന തീവ്രവാദി കൂട്ടങ്ങളല്ലേ? നീയൊക്കെ തീ വെക്കും, ബോംബ് വെക്കും. ഞങ്ങൾ പോലീസുകാർ ഈ കാക്കി വേഷം ഇട്ടുകൊണ്ട് പട്ടികളെ പോലെ നിന്റെയൊക്കെ പിന്നാലെ അല്ലാണോടാ? എടോ പോലീസേ, 2 ദിവസം കാവല് നിന്നപ്പോഴത്തേക്കും തനിക്കൊക്കെ മതിയായോ? കല്ലും മുള്ളും നിറഞ്ഞു കിടന്നിരുന്ന ഈ കാട് വെട്ടിത്തെളിച്ചേ ഈ മണ്ണിനെ ചോറാക്കി മാറ്റിയ ഞങ്ങൾക്കപ്പൊ എന്തുമാത്രം ദേഷ്യം പറഞ്ഞോടോ? പോലീസേ, അവള് വന്നിട്ടുണ്ട്. നിങ്ങളെ ആരെ അവള് വെറുതെ വിടത്തില്ല. അവള് കോക്കാളെ എടുത്ത് ഊതാൻ തുടങ്ങിയ നീയൊക്കെ ചത്ത് വെണ്ണീറായി പോവും. ചുമ്മാ പ്രേതം കോക്കാളെന്നൊക്കെ പറഞ്ഞ് പന്നത്തരം പറയല്ലേ? ഒളിവി കഴിയുന്ന നിന്റെയൊക്കെ മറ്റവന്മാരില്ലേ? എവിടെ ഉണ്ടെങ്കിലും അവന്മാരോടൊന്നും വന്ന് പോലീസ് സറണ്ടർ ആവാൻ പറ. എവിടെ അവന്മാര്? അവന്മാര് സറണ്ടർ ആയില്ലെങ്കിൽ എവിടെ ഒളിച്ചാലും അവന്മാരെ ഞങ്ങൾ പൊക്കിയിരിക്കും. പോയിനടാ തീയും പുകയും. അയ്യേ, എന്തോന്നത്? പുലി മാന്തി പറിച്ച് തിന്നുപോലുണ്ടല്ലോ. എടോ, അത് ഇരുന്ന പോലെ തന്നെ വെച്ചേക്കടോ. SI ഒരു സംശയരോഗമുള്ള വൃത്തിയോട്ടവനാ. ആര് കൂട്ടം കൂടി ഇരുന്നാലും അടിച്ചു ഓടിച്ചല്ല. എടോ, സംശയരോഗി വൃത്തിയോട്ടവൻ എന്താ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വന്നോണ്ടിരിക്കുക. പോയി എന്നെ പണി നോക്കും. അവരെ കൊണ്ട് വലിയ ശല്യമായി മാറോ. കാടന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്താടോ പ്ലേറ്റ് സ്ഥലം മാറിയിരിക്കുകയാണല്ലോ. സാറേ, തുടയ്ക്കാൻ വേണ്ടി എടുത്തതാ. വെക്കാമർത്ത തന്നെ വെച്ചു. നീയൊക്കെ എടുത്ത് തിന്നിട്ട് എന്നെ ഊഞ്ഞാലിട്ടുന്നോടാ. എനിക്ക് എന്റെ നിഴലിനെ പോലും വിശ്വാസമില്ല. അതെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. രാത്രി അതും ഉണ്ടാവില്ല. സാറേ, ഏത് കോപ്പനാ നോക്കണോ? സാറ് കഴിച്ചോളൂ. എനിക്കറിയാടോ. സാറേ, അതെ സാറേ, എവിടെ തന്നെയുണ്ട് സാർ? ഇപ്പൊ കൊടുക്കാം സാറേ. CI ലൈനിലുണ്ട്. എനിക്ക് വേറെ പണിയില്ലെത്താ. സാർ പറയൂ സാർ. ശരി സാർ. ഓക്കെ. ഞങ്ങളൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ആ മുരുകൻ അവന്റെ ആളുകളെ ആരെ കണ്ടാലും അപ്പൊ വെടി വെച്ചേക്ക്. എന്താ പാടോ?
വാറ്റടിച്ചാൽ പിറ്റാകുന്നൊരു കാലം. അത് നല്ല സാധനമാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കറങ്ങി 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 അങ്ങോട്ട് കറങ്ങി. ആരുടെ ഈ നേരത്ത്? ഹലോ കണ്ണാ, നീ എവിടെ ഇപ്പൊ? ആരുടെ? ഞാൻ മൂപ്പനാണ് സംസാരിക്കുന്നത്. മാമാ, രംഗനെ പോലീസുകാരൻ തല്ലിടാ. എന്തോന്ന് മാമാ? ദേവി നമ്മുടെ നാട്ടിൽ വന്നടാ കണ്ണാ. അത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞങ്ങള്. ദേവിയാ? അതേടാ. നീ എവിടെയാ ഉള്ള? വേഗം വാ. കണ്ണാ, കണ്ണാ, എടാ കണ്ണാ, 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 എടാ കണ്ണാ. എന്താ നോക്കണോ? ആരടാ? ആരാ? പറടാ, ആരെന്ന്? കൈ കിട്ടിയാ തീർന്നു. രാമനാഥ, ആരോടാ അവിടെ? രാമനാഥ, എന്ത് പറ്റിയടോ? രാമനാഥ, എന്ത് പറ്റി രാമനാഥ? രാമനാഥ, എവിടെയോ? എവിടെയാടോ താൻ? എവിടെയാ രാമനാഥ? എവിടെ പോയി കിടക്കുവാടോ? എന്താടാ എന്താടാ എന്ത് പറ്റിയ രാമനാഥ? രാമനാഥ, കാടകമറിയൂ, കാട്ടുമക്കളെ അറിയൂ, കരളലിയിക്കും കാടിൻ നൊമ്പര കണ്ണീരിൻ കഥയറിയൂ. കാടകമറിയൂ, കാട്ടുമക്കളെ അറിയൂ, കരളലിയിക്കും കാടിൻ നൊമ്പര കണ്ണീരിൻ കഥയറിയൂ. കാടുണ്ടേലേ നാടുള്ളൂ, അറിയുക കാടുണ്ടേലേ നാമുള്ളൂ. കാടുണ്ടേലേ നാടുള്ളൂ, അറിയുക കാടുണ്ടേലേ നാമുള്ളൂ. കാടകമറിയൂ, കാട്ടുമക്കളെ അറിയൂ, കരളലിയിക്കും കാടിൻ നൊമ്പര കണ്ണീരിൻ കഥയറിയൂ. കാടിൻ മക്കൾ വസിക്കുമിടത്ത് കടന്നു കയറിയ നീചന്മാർ കാപട്യങ്ങൾ കാട്ടിക്കൂട്ടാൻ കാടൊരു മറയാക്കിയിടുന്നു. കാടിൻ മക്കൾ വസിക്കുമിടത്ത് കടന്നു കയറിയ നീചന്മാർ കാപട്യങ്ങൾ കാട്ടിക്കൂട്ടാൻ കാടൊരു മറയാക്കിയിടുന്നു. കാടുണ്ടേലേ നാടുള്ളൂ, അറിയുക കാടുണ്ടേലേ നാമുള്ളൂ. കാടുണ്ടേലേ നാടുള്ളൂ, അറിയുക കാടുണ്ടേലേ നാമുള്ളൂ. കാട്ടിൽ ക്രൂരത കാട്ടിരസിപ്പു കനിവില്ലാത്തവർ മാന്യന്മാർ.
കനത്ത കഷ്ടപ്പാടിൽ കഴിയും കാടിൻ മക്കളെ നോവിച്ച് കാട്ടിൽ ക്രൂരത കാട്ടി രസിപ്പു കനിവില്ലാത്തവർ മാന്യന്മാർ കനത്ത കഷ്ടപ്പാടിൽ കഴിയും കാടിൻ മക്കളെ നോവിച്ച് കാടുണ്ടേലേ നാടുള്ളൂ അറിയുക കാടുണ്ടേലേ നാമുള്ളൂ കാടുണ്ടേലേ നാടുള്ളൂ അറിയുക കാടുണ്ടേലേ നാമുള്ളൂ. സാറേ, ഞാൻ കണ്ടു സാറേ. പ്രേതം തന്നെയാണ് സാറേ. അവള് പാടുന്നത് ഞാൻ കേട്ടു സാറേ. അവള് ഞങ്ങളുടെ കുലദൈവ പാറയുടെ മോളിലിരുന്ന് പാടുന്നത് ഞാൻ കേട്ടു. അതെ സാറേ, ഇവൻ എന്നോട് പറഞ്ഞതാ. കണ്ണൻ പറഞ്ഞത് സത്യവാ. ഇത് ദേവി തന്നെയാ സാറേ. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ ഈ മരത്തേല് വവ്വാലിനെ പോലെ കിടന്ന് ആടും. ഈ ആളെ വടിയാക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കൂല. പോലീസുകാരോട് കളിച്ചാലുണ്ടല്ലോ, നീയൊക്കെ വിവരം അറിയും. ഇത് ചെയ്തതാരാന്ന് കണ്ടുപിടിച്ചാലുണ്ടല്ലോ, കയ്യും കാലും തല്ലി ഓടിച്ച് കാട്ടിലോട്ട് വലിച്ചെറിയും, പറഞ്ഞേക്കാം. പിന്നെ നീയൊക്കെ മുട്ടുകാലിൽ ഇഴഞ്ഞ് നടക്കേണ്ടി വരും. എന്താടാ പിപ്പിടി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുക? ഇതൊക്കെ റോഡിൽ തുക്കട പരിപാടി കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്നവരില്ലേ, അവരുടെ അടുത്ത് പോയി കാണിച്ചാൽ മതി. എല്ലാത്തിനും തീർത്ത് കളയും ഞാൻ. മുത്തപ്പ, ഈ കാട്ടില് പോലീസുകാരൊക്കെ മരിച്ചു കിടന്നില്ലേ? അവരാരാ മുത്തപ്പ കൊന്നത്? അറിയില്ല മോളെ. തെറ്റാര് ചെയ്താലും ദേവി അവരെ വെറുതെ വിടില്ല. ദേവി ഉഗ്രശക്തിയുള്ളവളാണ്. ഈ കാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ദേവി ഒരിക്കലും വെറുതെ വിടില്ല. മനുഷ്യന്റെ അത്യാഗ്രഹം മൂലം ഈ പ്രകൃതിയിലുള്ള കാടിനെ എല്ലാം നശിപ്പിച്ച് മുകളിൽ നിന്നും വരേണ്ട വെള്ളത്തെ ഭൂമിക്കടിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഭൂമിക്കടിയിലുള്ള വെള്ളം മരം, ചെടി, പുൽക്കൊടി എന്നിവയ്ക്ക് സ്വന്തം. ഈ മനുഷ്യരിവിടെ വന്ന് ഈ കാട് വെട്ടാൻ തുടങ്ങിയതിന് ശേഷമാ ഈ കാടേ ഇല്ലാതാവാൻ തുടങ്ങിയത്. ഈ കാട് ഇങ്ങനെ നശിച്ചാ നമുക്ക് കുടിക്കുന്നതിന് നല്ല വെള്ളം, ശുദ്ധമായ കാറ്റ്, കഴിക്കാനുള്ള ആഹാരം ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാം നശിക്കാൻ പോവാ മോളെ. മുത്തപ്പ, ശകുന പക്ഷി, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നേ. വാ മോളെ. ഇറങ്ങിപ്പോയി നോക്കടോ. എവിടേക്കാടാ ഓടിയത്? നിന്നോടാ ചോദിച്ചത്, എവിടേക്കാടാ ഓടിയത്? കാട്ടിലേക്ക് പോയതാ. കാട്ടിലേക്കാ? കാട്ടിലേക്കാരും പോകരുതെന്നുള്ള ഓർഡറുള്ള കാര്യം അറിയില്ലേ? ആ കാടെന്താടാ നിന്റെ തന്തയുടെ വകയാന്ന് കരുതിയോ? നിന്റെ തോൾസഞ്ചിയിൽ ബോംബാണോടാ? നോക്കി നിൽക്കാതെ ചെക്ക് ചെയ്യടോ. ഭക്ഷണമായിരുന്നു സാർ. എന്താടാ ഇത് മുരുകൻ കൊണ്ടുപോയതാണോ? അല്ല, അവിടെ പണിയെടുക്കുന്നവർക്കാ. പണിയെടുക്കണവർക്കോ? എവിടെയാണ്? താഴെ. പോയി നോക്കിട്ട് വേണോ? ശരിയാണ് സാർ, താഴെ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. എന്താടാ അങ്ങനെ പോവാ നോക്കടാ. ദ്രോഹികള് ഒരു ദയവില്ലാതെ എല്ലാം തട്ടിക്കളഞ്ഞില്ലേ. നിങ്ങളടുത്ത് ദൈവം ചോദിക്കട്ടെ. ചോറെല്ലാം തറയെ പോയില്ലേ മുത്തപ്പ? അവരിനി എന്ത് കഴിക്കും? ദേവിയുണ്ട് മോളെ, ദേവി നോക്കിക്കോളും. എന്താടി നീ ഒച്ച വെച്ചോ? ശരിക്കും ഒച്ച വെച്ചോ? നീ എങ്ങനെയൊക്കെ ഒച്ച വെച്ചാൽ നിന്റെ ഈ ഒച്ച കേട്ടിട്ട് നിന്നെ രക്ഷിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച ഗുണം നിനക്ക് തന്നെയാണ്.
ഞാൻ തൊടുന്നതിന് മുമ്പ് ഈ കാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. നിന്റെ ഭാഗ്യോടെ നീ എന്റെ ഈ കൈ പെട്ടത്. എന്റെ അടുത്തേക്ക് വാ. എന്താടി ഞാനിവിടെ നിൽക്കുമ്പോ നീ അങ്ങോട്ട് നോക്കുന്നത്? ഹലോ, എന്ത് എന്തായി പറയുന്നേ? എന്തോ ആരാത്? സാർ, ഇന്നലെ രാത്രി റേഞ്ചർ രഘുനാഥിനെ കൊന്നു സാർ. എന്തോ പറയുന്നേ? എവിടെ? കോലഞ്ചേരി ഗ്രാമത്തില് സാർ. കോലഞ്ചേരി കാട്ടിലോ? ആരാ വിളിച്ചേ? ചോദിക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് സാർ. ഫോൺ വയ്ക്ക. കോലഞ്ചേരി വനപ്രദേശത്ത് 2 പോലീസുകാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഭീതി അടങ്ങുന്നതിനു മുൻപേ രഘുനാഥൻ എന്ന ഫോറസ്റ്റ് ഓഫീസർ കൂടി ഇന്നലെ രാത്രി അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് പ്രദേശവാസികൾ മുഴുവനും ഭയാശങ്കയിലാണ്. ഈയിടെയായി കോലഞ്ചേരി ഗ്രാമത്തിൽ തുടർച്ചയായുള്ള കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ പുതിയ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. സർ, റേഞ്ചറുടെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എസ്ഐയും കോൺസ്റ്റബിളും കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇയാളുണ്ടായിരുന്നു. ഇവന്റെ പേര് രഞ്ജൻ. നമസ്കാരം സാർ. അവിടെ ഇവൻ എന്തോ കണ്ട് പേടിച്ചോടി വരികയായിരുന്നു സാർ. എന്താണെന്ന് ചോദിച്ചപ്പോ ഭൂതം, പ്രേതം, മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് പിച്ചും പെയ്യും പറയാറ്. എന്താണെന്ന്? പ്രേതോ? അതെ സാറേ, പ്രേതം വന്നു സാറേ. അവള് നന്നായിട്ട് പാടുന്നത് ഞാൻ കേട്ടു സാറേ. അവള് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു സാറേ. അടുത്ത ദിവസം നോക്കിയപ്പോ 2 പോലീസുകാര് ചത്തു കിടക്കുന്നു. എന്താടോ, എന്തൊക്കെയാടോ പറയുന്നേ? അതെ സാറേ, അവൾ ഈ കാട്ടുമക്കളുടെ കുലദൈവ. ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കുന്ന ദേവിയാ അത്. ഈ മണ്ണിനും മക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചാ അവളൊരു ഉഗ്രരൂപിണിയായിട്ട് മാറും. ഇത് കേട്ടില്ലേ സാർ? സ്വാമി വന്നിരിക്കുന്നു, ചെകുത്താൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ തലയ്ക്ക് വട്ടുപിടിപ്പിക്കാണ് സാർ. ഇതുപോലെ പറയുന്നമാരെയൊക്കെ ഉണ്ടല്ലോ, സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റൈലിന് 4 കീറ് കൊടുത്താലേ ശരിയാവും. ഇതാ മുരുകന്റെ അപ്പം മൂപ്പനാണ് സാർ. തന്റെ മോനിപ്പോ ഇവിടെ ഉണ്ട്? എവിടെയോ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല സാർ. നടന്ന എല്ലാ കൊലകൾക്കും പിന്നിൽ അവനും അവന്റെ കൂട്ടുകാരുമാണെന്നാ പറയുന്നത്. അതെല്ലാം ശരിയല്ലേ? അയ്യോ സാറേ, ഇല്ലേ മോനെ, ഞങ്ങൾ മക്കളെ അങ്ങനെയൊന്നും വളർത്തിയത്. സാറേ, കാട്ടി വളയുന്ന ഒരു കതിര് പോലും ഈശ്വരന്റെ മുമ്പിൽ തലകുനിച്ചേ നിൽക്കുള്ളൂ. അപ്പോ സ്വാമി പറഞ്ഞിട്ടാ പോലീസുകാരന്റെ കഴുത്തറുത്ത് കൊന്നെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയൊന്നും അല്ല സാറേ ഞാൻ പറഞ്ഞേ. അതൊന്നും എനിക്കറിയണ്ട. കളക്ടറെയും പോലീസുകാരെയും വെട്ടി കൊലപ്പെടുത്തിയിരിക്കുക. അതിന്റെ കാരണം തന്റെ മകനും അവന്റെ കൂട്ടുകാരുമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവനും അവന്റെ കൂട്ടുകാരും പോയി ഒളിവിൽ കഴിയുന്നത്. ദേ നോക്ക്, നിങ്ങളോട് അവസാനമായിട്ട് പറയുക, അവർ ഈ നാട്ടിൽ എപ്പോ വന്നാലും ഉടൻ തന്നെ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരുത്തനും സമാധാനമായിട്ടിരിക്കില്ല. ഓർമ്മയിരിക്കട്ടെ. പാടോ. എന്താ ഇതൊക്കെ ഈ പോലീസുകാർ? സാർ, ഇവനാണ് ഗ്രാസരാജ. ഇവന്റെ കടയിൽ നിന്നാണ് ആ ഗ്രാമത്തിലുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത്. എന്താടോ, കുറച്ചു നാളായിട്ട് അവിടെ കൊലപാതകമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയോ? സാർ, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അവർ പാവങ്ങളാണ്. കാടല്ലാതെ അവർക്ക് വേറൊന്നും അറിയില്ല സാർ. അവർക്ക് വേണ്ടത് ഒരു ചത്ത മുയൽ, ഒരു കാട്ടുകോഴി, കുറച്ച് കിഴങ്ങ്, കുറച്ച് വിറക്, അത്രേ ഉള്ളൂ സാർ. ഇതല്ലാതെ അവർക്ക് പിന്നെ വേറെ ചിന്തയൊന്നുമില്ല സാർ. അപ്പോ അവിടെ നടന്ന കൊലയ്ക്ക് അവരോട് യാതൊരു ബന്ധമില്ലെന്നാ പറയുന്നേ? സാർ, ഇവിടുത്തെ ആൾക്കാർ കൊല ചെയ്യാൻ വേണ്ടി മാത്രം അത്ര ക്രൂരന്മാരൊന്നുമല്ല. സത്യത്തിൽ അവർ വളരെ പാവപ്പെട്ടവരാണ് സാർ. ഇവിടെ വന്നടാ. വാ ഇവിടെ. സാർ നമസ്കാരം. ഗുഡ് മോർണിംഗ് സാർ. ആ മുരുകൻ മല്ലിയോടൊപ്പം കാട്ടിൽ ഒളിച്ചിരിക്കുകയാണോ? എന്റെ പൊന്ന് ശിവനെ, അങ്ങയുടെ മകന് പോലും രക്ഷയില്ലേ. ഈ നാട് മുഴുവൻ അവന്റെ സ്വന്തമല്ലേ, പിന്നെ എന്തിനു സാറേ അവൻ കാട്ടി പോണം? നീ ആളെ കളിയാക്കാണോ? കോലഞ്ചേരിയിലെ മുരുകനില്ലേ, അവനെ പറ്റിയാ ഞാൻ ചോദിച്ചേ. അപ്പോ അവനും ഒരു രക്ഷയില്ലാതെ മലകയറി പോയാ? മുരുകൻ വളരെ നല്ലവനാ സർ. കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. എന്നാ ഒരാളെ കൊല്ലാൻ മാത്രം അത്ര ക്രൂരനൊന്നും അല്ല സർ. സാർ, ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തിലെ കുലദൈവത്തെ കുറിച്ചാണ്. അയാൾ കുടിച്ചു വെളിവില്ലാണ്ട് ആടിനെ മേയ്ക്കുന്ന ഒരു പെണ്ണുമ്പിള്ളെ കണ്ട് ഏതാണ്ടൊക്കെ വിളിച്ചു കൂവിയതാ. സാർ, ഇവന്മാരൊക്കെ പക്ക ക്രിമിനലാ സാർ. കള്ളത്തടി വെട്ടലും വാറ്റും ഒക്കെ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ. കളക്ടറെ ബോംബ് വെച്ച് കൊന്നത് കൂടാതെ ഇപ്പതേ പോലീസുകാരനെ കൊന്നിരിക്കുക. ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല സാർ. വിചാരണയ്ക്കൊന്നും വിടാതെ കൊന്നു കളഞ്ഞേക്കണം സാർ. സാർ, യൂണിഫോം ഒക്കെ ഇട്ട് വെളി വരാനേ ഇപ്പൊ പേടിയാ. എന്താടോ താനീ പറയുന്നത്? പോലീസാണെന്ന് അറിഞ്ഞാ തട്ടിക്കളയും സാറേ. ഇനി അടുത്ത ആരാണോ?
എന്താണോ? ഓ എന്താ നോക്ക് നോക്ക്. സാർ പഞ്ചറാ. എന്തോന്ന് പഞ്ചറാ? സാർ ഒരുത്തൻ മടിവാളുമായിട്ട് വെട്ടാൻ വരുന്നു. ഓടിക്കോ. നല്ല സമയം നമ്മളെ രക്ഷപ്പെട്ടു. അതെ അതെ. നീ മര്യാദക്ക് പറയണം. ഒന്നുകളെ നായേ മര്യാദക്ക് പറഞ്ഞു. ആരാണ് നീ? മുരുകനാണ് സാർ ഞങ്ങളെ അയച്ചത്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി മുരുകനാണ് സാർ. ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇവന്മാരെ പിടിച്ച് വണ്ടിയെ കയറ്റി പഠിച്ചു കേട്ടോ. ഞങ്ങളെ കുറിച്ച് നീ എന്താണോ വിചാരിച്ച? പാതൊന്ന് പറയടാ. സാർ വിട്ടേക്ക് സാർ, ചത്തുപോവും. ആവട്ടടോ, ഇവനൊക്കെ ചത്താലെ എന്തെങ്കിലും പറയൂ, നമുക്ക് നോക്കാം. എവിടെയാ മാര്? വാ തുറന്ന് പറയടാ. സാർ സാർ എന്താ ദേവരാജ ഈ കാണത്തിൽ കാട്ടുന്നത്? സാർ ആ മുരുകന്റെ ആൾക്കാരെ നമ്മളെ കൊല്ലാൻ നോക്കിയില്ലേ, അതുകൊണ്ട് അവന്റെ അപ്പനെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേ. ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യുന്നത്? അതൊക്കെ എടുത്ത് കുപ്പയിലിട്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ നാടിനെയും നാട്ടുകാരെ കുറിച്ചും എല്ലാവരും നല്ലത് തന്നെ പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. അതാണ് സത്യം. അതാദ്യം ശ്രദ്ധിക്കണം സാർ. അതല്ലാതെ ശരിയല്ലേ മൂപ്പ? അതെ സാർ, നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന നാടായിരുന്നു ഞങ്ങളുടെ. തന്നാനെ തക തന്നിന്നോ തന്നിന്നാനെ തന്നാനെ 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 പെരുമല മുകളിൽ പിടവൂർ കുടിയിൽ കലപില ചുവടിൽ പൂരക്കളി മലയനും കുഴിയനും ഇളകണ മണലിൽ മതിമറന്നാടണ പൂരക്കളി പെരുമല മുകളിൽ പിടവൂർ കുടിയിൽ കലപില ചുവടിൽ പൂരക്കളി മലയനും കുഴിയനും ഇളകണ മണലിൽ മതിമറന്നാടണ പൂരക്കളി പൂരക്കളി ഓടിച്ചാടിക്കളി കുഞ്ഞുക്രാങ്ങളും മുത്തുള്ള ആടിക്കളി ആടിക്കളി നല്ല പാടിക്കളി കൂട്ടുകൂടി തുറത്തുള്ള ഓടിക്കളി പൂരക്കളി ഓടിച്ചാടിക്കളി കുഞ്ഞുക്രാങ്ങളും മുത്തുള്ള ആടിക്കളി ആടിക്കളി നല്ല പാടിക്കളി കൂട്ടുകൂടി തുറത്തുള്ള ഓടിക്കളി തന്നാനെ തക തന്നിന്നോ തന്നിന്നാനെ തന്നാനെ 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 പ്ലാവിന് മുകളിൽ കയറണൊരാൾ എന്ന് വലിഞ്ഞ ആന പിടിക്കണ പ്ലാവിലെ ചക്ക മുറിച്ചിടുവാൻ മണ്ണിൽ നിന്നിട്ട് കാലു പെരുത്തിട്ട് പ്ലാവിന് മുകളിൽ കയറണൊരാൾ എന്തി വലിഞ്ഞിട്ട് ആനു പിടിക്കണ പ്ലാവിലെ ചക്ക മുറിച്ചിടുവാൻ തന്നാനെ തക തന്നിന്നോ തന്നിന്നാനെ തന്നാനെ തന്നാനെ തക തന്നിന്നോ തന്നിന്നാനെ തന്നാനെ ആദ്യ പിടിക്കണ കൂട്ടര് നോക്കണ പ്ലാവിന് മുകളിൽ കേമനവൻ താഴത്ത് നിന്നിട്ട് കയറ് കൊടുക്കണ ചക്ക പറിച്ചങ്ങിറക്കിടുവാൻ ആദ്യ പിടിക്കണ കൂട്ടര് നോക്കണ പ്ലാവിന് മുകളിൽ കേമനവൻ താഴത്ത് നിന്നിട്ട് കയറ് കൊടുക്കണ ചക്ക പറിച്ചങ്ങിറക്കിടുവാൻ തന്നാനെ തക തന്നിന്നോ തന്നിന്നാനെ തന്നാനെ 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 ഏയ് എല്ലാരും
എല്ലാരും കൂടി ഇത്ര വേഗത്തിൽ എങ്ങോട്ടാ ഓടുന്നേ? മല്ലി ചേച്ചി എന്താ ചെയ്യുന്നേനെ അങ്ങോട്ടൊന്ന് നോക്ക്. വേഗം വാടി. കീഴ്ത്തം കേട്ട പിള്ളേര് എന്നെ ഇപ്പൊ കൊന്നേനെ. ആർക്ക് വായ്കള് മേടിക്കാൻ പോകുന്ന നാശങ്ങള്. ചക്കപ്പഴത്തിന്റെ പങ്കൊന്നും തരൂല, വേണമെങ്കിൽ കുരു തരാം. മല്ലി ചേച്ചി ചേച്ചി എന്താ ചെയ്യുന്നേന്ന് വന്ന് നോക്ക്. എന്താ അവരവിടെ ചെയ്യുന്നേ? അങ്ങോട്ട് വന്ന് കാണ്. പിടിടാ, വാ പോയി നോക്കാം. സാർ, നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്ന വെള്ളം എസ്റ്റേറ്റുകാർ തടഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് കുടിക്കാനും കൃഷി ചെയ്യാനും വെള്ളം കിട്ടുന്നില്ല. അവർക്ക് ഇത് തന്നെയാണ് ജോലി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഇപ്പൊ പുതിയതായിട്ട് വന്ന കളക്ടർ വളരെ നല്ല ആളാണെന്നാ കേട്ടത്. എന്ത് പ്രശ്നമായാലും അന്വേഷിച്ച് ന്യായമായ നടപടി എടുക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിലെ വെള്ളത്തിന്റെയും പട്ടയത്തിന്റെയും പ്രശ്നം ഒരു നിവേദനം തയ്യാറാക്കി നേരിൽ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന നല്ലത്. രാവിലെ കളക്ടർ ഓഫീസിൽ വന്നാൽ മതി. ശരി ശരി ശരി, ഞാനും അങ്ങോട്ട് എത്തിക്കോളാം. മുരുക, എല്ലാരെയും കൂട്ടിയിട്ട് കളക്ടർ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി എന്നാ. സർ, കളക്ടറെ കണ്ട് ഒരു നിവേദനം കൊടുക്കണം. കളക്ടർ മീറ്റിംഗിലാണ്. സബ് കളക്ടർ ഉണ്ട്, പോയി കണ്ടോളൂ. ഇതാണ് സബ് കളക്ടർ. നമസ്കാരം സർ. നമസ്കാരം സർ. ഞങ്ങൾ കോലഞ്ചേരി ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. ഞങ്ങൾക്ക് അവിടെ കുടിവെള്ളക്ഷാമമുണ്ട്. കൂടാതെ ഞങ്ങളുടെ നിലത്തിനൊന്നും പട്ടയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കളക്ടറെ കണ്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല വെള്ളത്തിന്റെ പ്രശ്നമുള്ളത്. സർ, ഞങ്ങളുടെ ഗ്രാമത്തിലെ മലയിൽ നിന്ന് വരുന്ന വെള്ളം എസ്റ്റേറ്റുകാർ വഴിതിരിച്ച് അവരുടെ തോട്ടത്തിലേക്ക് എടുക്കുകയാണ് സർ. ഇപ്പൊ കുടിക്കാനും കൃഷി ചെയ്യാനുള്ള വെള്ളത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് സർ. അതുകൊണ്ടാണ് ഞങ്ങൾ കളക്ടറെ നേരിട്ട് കാണാൻ വന്നത്. കളക്ടർ ഇപ്പൊ വേറെ ജോലിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. സർ, ഇല്ല സർ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കണ്ടു കൊടുത്താലേ ശരിയാവും. അതെ സർ. എന്താ ഇത്, നിങ്ങൾ നിയമിച്ച ആളാണോ കളക്ടർ? നിവേദനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കുക, ഞാനത് കൊടുത്തോളാം. എന്നാ കൊടുത്തേക്ക്. സർ, കൊടുക്കണേ സർ. വളരെ നന്ദി. കൊടുക്കാം. മോളെ പോവാ. വിഷമിക്കണ്ട മോളെ, ആ സാർ കളക്ടർ കൊടുത്തോളും. ഇത്തവണ ഒന്നും വെറുതെ ആവും. ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. വീടാളിയാ, കളക്ടറെ കാണാൻ വന്നതല്ലേ, അത് വെറുതെ ആവില്ലെന്നേ. സർ, കളക്ടറെ കാണാൻ പറ്റിയോ? ഇല്ല ഹരി, സബ് കളക്ടറെ കാണാനേ കഴിഞ്ഞുള്ളൂ. അത് തന്നെ, നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ തീരണമെന്നുണ്ടെങ്കിലേ ആരെങ്കിലും കത്തിച്ചാവണം. അതല്ലേ സാറേ നടക്കുന്നേ. മുരുക, നിന്റെ ദേഷ്യമൊക്കെ ന്യായം തന്നെയാ. പക്ഷെ കുറച്ച് ക്ഷമയോടെ മുന്നോട്ട് പോവാം. ജനശക്തി വലുതാണെന്ന് അവർക്കും അറിയാം. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല സാറേ. സാറിനെ കൂട്ടിട്ട് വാ, നമുക്ക് ചായ കുടിക്കാം. വേണ്ട, സാരമില്ല, പിന്നെയാവാം. പ്രതീക്ഷയോടെ ഇരിക്കൂ, എല്ലാം ശരിയാവും. ശരി സാർ. ആ, ശരി, വാടാ പോവാം. ആടാ മുരുക, വന്ന് കയറ്. ഒരു വലിയ മനുഷ്യനെ കൂട്ടിട്ട് വരുമ്പോ അദ്ദേഹത്തോട് കുറച്ച് ബഹുമാനമൊക്കെ വേണ്ടേ? ബാലൻ സാർ എത്ര വലിയ മനുഷ്യനാണെന്നറിയോ? അദ്ദേഹം നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു തന്നിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കാര്യത്തിനല്ലേ വന്നത്. സാറിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, 3 ദിവസമായിട്ട് നാട്ടില് വെള്ളം കിട്ടുന്നില്ലല്ലോ. സാറ് വലിയ വീരശൂര പരാക്രമിയല്ലേ, എന്താ നേരിട്ട് പോയി ചോദിക്കാഞ്ഞേ? വലിയ ആളാണെന്നാ വിചാരം.
ആ മോളെ കുറച്ചേരം ഒന്ന് ചുമ്മാ ഇരിക്കും. ഏയ് നീ ഒന്നും മിണ്ടായി, അവള് പറഞ്ഞത് സത്യമല്ലേ? ആദ്യം സ്വന്തം കുറവ് മനസ്സിലാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. ഇപ്പൊ മനസ്സിലായോ പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം? ഹരിയേട്ടനാണെങ്കിൽ ജീപ്പെങ്കിലും ഓടിക്കുന്നുണ്ട്. എന്റെ കാര്യം പോക്കാടാ. സാർ എപ്പോഴും വെറും ക്ലീനർ അല്ലേ? എന്താ ഹരിയേട്ടാ, ഞാൻ ഈ പറയുന്ന വല്ലതും തലയിൽ കേറുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. വേഗമാ വേഗമാ. മീനൊന്നും ചവിട്ടി കൊല്ലല്ലേ. അവിടെ പൊളിച്ചു നോക്കടാ. അങ്ങനെ നന്നായിട്ട് ശക്തിയായിട്ട് വെള്ളം എന്താ ഹരിയേട്ടാ, എന്താ മോളെ? നിവേദനം കൊടുത്ത് നന്നായിട്ട് ഏറ്റല്ലേ? ഏറ്റ് നന്നായിട്ട് ഏറ്റ്. പണിയടാ. ഓ ചെയ്തോളാമേ. ആരാടാവൻ? എസ്റ്റേറ്റിലെ മട ഉടയ്ക്കാൻ വേണ്ടി ധൈര്യമുള്ളവൻ ആരാടാവൻ? ഇറങ്ങി വാടാ, ആണാണെങ്കി വാടാ. ആരടാ നീ? വലിയ വീരവാദം അടിക്കാൻ നീ ആരടാ? എന്താ കിളവാ, പതുക്കെ പറയണമെന്നാ? എന്നാ പിന്നെ ചട്ടിയിലിട്ട് വറുത്ത് സംസാരിക്കാം. ഡേയ്, നീയൊക്കെ ചെയ്ത പണിക്ക് ലോറിക്ക് ആളിനെ ഇറക്കി നിന്നെയൊക്കെ ഈ കാട്ടിന്ന് അടിച്ചു ഓടിക്കേണ്ടതാ. മര്യാദക്ക് പറഞ്ഞു നോക്കിയപ്പോയോ? എന്താ തലേ കയറാൻ നോക്കണോ? എന്താടാ വെള്ളമൊക്കെ നിന്റെ അച്ചു വീട്ടിൽ നിന്നാണോ വരുന്നേ? അതോ മലയൊക്കെ നിന്റെ തന്തയുടെ വകയാണോ? എന്താ കാല് മുടക്കൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ പൊടി പോലും ഇവിടെ ഉണ്ടാവില്ല. ആരോട് ചോദിച്ചിട്ടാടാ മട തകർത്തെ? നീ എന്താണ് പറയുന്നത്? എല്ലാവർക്കും പൊതുവായ വെള്ളം മടകെട്ടി എസ്റ്റേറ്റിന് മാത്രമാക്കി കഴിഞ്ഞാ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു പറ? നക്കി തിന്ന് ജീവിക്കടാ. എന്താടാ ദേഷ്യം വരുന്നുണ്ടാടാ? നീ അത്രയ്ക്ക് വലിയ ഗുണ്ടയാണോ? എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ വീട്ടിൽ കയറി ഒന്ന് കൈയും കാലും വെട്ടിയെടുത്ത് കളയും ഞാൻ. നീ വീട്ടിൽ കയറി വന്ന് വെട്ടും കൂത്തും എന്നൊക്കെ പറഞ്ഞാ വെട്ടടാ. നീ വെട്ടു എന്ന് പറഞ്ഞാ ഞങ്ങളെല്ലാം കൈയും കെട്ടി നിന്റെ കാലിൽ വീഴുന്നു വിചാരിച്ചോ? കാണിച്ചു ഈ ഗുരുവിന്റെ മേലെ കൈവച്ചല്ലേ ഞാനാണെന്ന് കാണിച്ചടാ. എന്താടാ ഞങ്ങളുടെ വെള്ളം കൂടി പൊട്ടിച്ചിട്ട് ഇടിച്ചതിന്റെ കണ്ണിന്ന് പൊന്നിച്ചു ഉറപ്പിക്കും. കാണണോടാ? എടാ നന്ദി കെട്ടവനെ, നിനക്ക് ബുദ്ധി തീരെ ഇല്ലല്ലേ? ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലേ? ഒരു മുതലാളിക്ക് തൊഴിലാളിയാടാ ദൈവം. ഇവര് കാല് കഴുകുന്ന വെള്ളപാടാ നമ്മുടെ ജീവിതം. ഇവരുടെ ഈ അവസ്ഥ കണ്ടാ നമുക്ക് കഞ്ഞി കുടിക്കാൻ തോന്നുകൂടാ. പാവപ്പെട്ടവനോട് മെക്കിട്ട് കയറാൻ നോക്കുന്നു. സാറേ, നമ്മുടെ എസ്റ്റേറ്റ് മട തകർത്തത് ഇവന്മാരാ. മിണ്ടായിരടാ കഴുത. ഇവർ ഒരു മട തുറന്നാൽ നമ്മൾ 10 മട തുറന്നു കൊടുത്ത് മാതൃക കാണിക്കല്ലേ ചെയ്യേണ്ടത്? ഇവരെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. എങ്ങോട്ട് നോക്കിയേ, ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഇതെല്ലാം മറന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ പോയിക്കോളൂ. എനിക്ക് അഹങ്കാരം ഒട്ടും ഇഷ്ടമല്ല. പ്രശ്നങ്ങൾ ഉണ്ടായ അത് വഷളാക്കാതെ വിട്ടുകളയണം. ഡാ, ഇവർ തുറന്നു വിട്ട മട അടയ്ക്കരുത്. അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്താ മൂപ്പ സാറേ, സന്തോഷമായില്ലേ? നന്ദിയുണ്ട് സാറേ. എല്ലാവരോടും നന്നായിരിക്കട്ടെ. വരാം. നന്നായിട്ട് ഇരുത്താടാ. ഇവൻ നമുക്കിട്ട് പണി തരും. മുതലാളി പോയില്ലടേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന? ഓടാ.
അവന്മാരൊക്കെ പോയില്ലേ? വാടാ വാടാ. വണ്ടി നിർത്തണം. ഇനി ഇതുപോലെ അവന്മാരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിന്നാ കഴുത്തിയാൻ പറ്റിക്കളെ. സാറേ, അവന്റെ ഒക്കെ കയ്യിൽ തല്ലു മേടിക്കാൻ നാണമില്ലടാ നിനക്ക്. നിനക്ക് ഈ വായിലെ നാക്ക് മാത്രമേ ഉള്ളൂ. അവനൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവനാ. പിടികിട്ടിയാ ഇനി അവന്മാരുടെ മുമ്പിൽ ചെന്ന് ചാടണ്ട. മൊത്തമായിട്ടങ്ങ് തീർത്തേക്ക്. ശരി സാർ. എത്ര എണ്ണം ചത്താലും ആ സ്ഥലം നമുക്ക് പിടിക്കണം. വണ്ടി എടുക്കണം. എല്ലാം വാങ്ങിയാ? വേഗം വണ്ടിയിൽ കയറ്റ്. ഡാ മുരുക. മോനെ. എന്താ മാമാ? ഇങ്ങോട്ട് വേഗം പാടാ. അത് നമ്മുടെ മല്ലിക തന്നെയല്ലേ? ആരാ മാമ അവളുടെ കൂടെ? അറിയില്ലല്ലോ മോനെ. ബൈ ബൈ. ഓക്കെടാ, കാണാം. ഡാ മല്ലികേ, ആരാ മോളെ ഇത്? അതെന്റെ ഫ്രണ്ടാ ചിറ്റപ്പാ. ഇതവന്റെ ലവറിന് കൊടുക്കാൻ വേണ്ടിയാ. അല്ല, മുരുകൻ നല്ല ടെൻഷനായി. അത് വിട്, ഞാൻ നോക്കിക്കോളാം. നീ പോയി വണ്ടി കയറ്. ശരി. പോ. മുരുകനിട്ടൊരു പണി കൊടുത്താലാ. മോളെ മല്ലികേ, ആ ചുള്ളം പയ്യൻ ആരാ? അതോ, കോളേജിൽ എന്റെ കൂടെ ഒന്നിച്ചു പഠിക്കുന്ന പയ്യനാ. അവൻ വലിയ പഠിപ്പിസ്റ്റാ. ഊട്ടിയിലെ ഡോക്ടറുടെ ഒരേ ഒരു മകൻ. അടിപൊളി. അത് മാത്രല്ല ചിറ്റപ്പാ, അവൻ എന്നോട് ഭയങ്കര പ്രേമം. അത് ശരി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു മോളെ? നല്ല പയ്യനാ, നല്ല കുടുംബം. എന്തായാലും ഞാൻ ആലോചിച്ചൊരു തീരുമാനം അറിയിക്കാന്നാ പറഞ്ഞേ. നല്ലത് നടന്നാ എല്ലാവർക്കും നല്ലതല്ലേ? എന്താ ഹരിയേട്ടാ? നല്ലതാ നല്ലതാ, വളരെ നല്ലതാ. അതെ, കേട്ടോടാ മുരുക, ഡോക്ടറുടെ മകനാണെന്ന്. മലയെ പിടിക്കുകയാണെങ്കിൽ പുളിങ്കൊമ്പി തന്നെ പിടിക്കണം. നമ്മളെ ഇവിടെ ഉള്ള പയലിയൊക്കെ പാന്റും ഷർട്ടും ഇടാൻ പോലും അറിയത്തില്ല. മോളെ മല്ലികേ, നാളെ തന്നെ നീ ആ പയ്യനടുത്ത് പോയി ഓക്കെ എന്ന് പറ. ബാക്കി കാര്യമൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞോളേ. എങ്ങോട്ടാ പോണേ മുരുക? നിക്കടവിടെ മുരുക, നിക്കടാ മുരുക, അവിടെ നിക്ക്. നിക്കാൻ എടാ, നിന്നെ തന്നെയാടാ. നിക്ക്. മുരുക, എന്ത് പറ്റിയടാ? പഠിത്തമുള്ള കുട്ടികളൊക്കെ അങ്ങനെയാടാ. നമ്മുടെ മല്ലിയെ പറ്റി നിനക്ക് അറിഞ്ഞൂടെ? മല്ലി അങ്ങനെയൊന്നും ചെയ്യില്ലടാ. അവൾക്ക് നിന്നെ മാത്രമല്ലേ ഇഷ്ടമുള്ളൂ. നിനക്ക് മാത്രം അതറിയില്ല. നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നീ അവളുടെ അടുത്തിട്ട് പോയിട്ട് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം. എന്നാലല്ലേ അവളുടെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയാൻ പറ്റൂ. വേറെ എങ്ങനെ മസിൽ പിടിച്ചിരുന്ന? ചേട്ടാ, പെണ്ണുങ്ങളുടെ മനസ്സ് പൂ പോലെയാണ്. നമ്മൾ അതിന്റെ ചുറ്റും വണ്ടായി വരണം. ഓയ്, ഇങ്ങോട്ട് വന്നേ.
ഓ, അപ്പൊ പേരൊക്കെ എടുത്തറിഞ്ഞ കൊരങ്ങ നീയാണല്ലേ? അയ്യേ, മോന്ത കണ്ടില്ലേ? എന്തിനറിഞ്ഞേ? ചുമ്മാതെയാ. ചുമ്മാതെയാണോ? ശരിയെന്നാ. നിക്ക്, അതൊരു കാര്യമുണ്ട്. കാര്യം എന്താ? നാളെ ഞാൻ കാളിഗുഹയിൽ തേനെടുക്കാൻ പോവാ. നീ കാളി ഗുഹയിലേക്ക് പോ, കരടി ഗുഹയിലേക്ക് പോ. അതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? അതല്ലെന്നേ, ഒരു മുഖ്യമായ കാര്യം പറയാനുണ്ടായിരുന്നു. ആ, അത് ഇവിടെ വെച്ച് പറഞ്ഞാലെന്താ? ഇവിടെയോ? നെഞ്ചു പടപടാന്ന് അടിക്കുന്നു. നിനക്കടിക്കുന്നില്ലേ? എന്നാലേ ഇവിടെ അങ്ങനെയൊന്നും ഇടിക്കുന്നില്ല. ഏയ്, മറുപടി ഒന്നും പറയാണ്ട് പോകണോ? നാളെ വരുവോ ഇല്ലയോ? ആ, വരാം വരാം. മല്ലി, ഒന്ന് നിന്നേ. ആ, ഇതൊക്കെ കൊള്ളാം. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? നീ ഈ കാട്ടിൽ വലിയ സുന്ദരിയാണെന്നാണോ? ഞാൻ എത്ര നേരം നിനക്ക് വേണ്ടി കാത്തിരുന്നറിയോ? നീ എന്താ വലിയ... ശരി, അത് പോട്ടെ. ഇതെന്നെ കടയിൽ കിട്ടുന്ന സാധനമാണോ? ഒരു കടയിൽ കിട്ടിയില്ലെങ്കിൽ വേറെ കടയിൽ പോയി വാങ്ങാൻ മനസ്സാ. അത് നിനക്ക് വന്നിട്ട് ഞാനിങ്ങനെ വെറുതെ... ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ലയോ? ഇതാ നോക്കിയേ, അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയാം, നാളെ അമ്മൻകോവിൽ ഞാൻ വന്ന് നിൽക്കും. നീ വരണം. വന്നില്ലെങ്കിൽ പിന്നെ നീയായിട്ട് ഒരു ബന്ധവും ഇല്ല. പട്ടുടുത്ത് പൊട്ടുകുത്തിയ സുന്ദരി പെണ്ണാളെ, വെണ്ണിലാവിൻ വെണ്മയുള്ളൊരു വെളുത്ത പൂമയ്യാളെ. കരിമഷി മിഴികളിൽ എഴുതിയ കണ്ണാളെ, തൊടുത്തവൻ കവിൾ തടത്തിൽ തിളക്കം കുങ്കുമപ്പൂവേ. ഹൃദയങ്ങൾ പങ്കുവച്ചിടമിണക്കുരുതികൾ പോലെ, പ്രണയത്തിൻ മലർമഴയിൽ അലിഞ്ഞിട കുളിരോടെ. കനവിലെന്നും നിൻമുഖം മാത്രം ഉയിരായി എന്ന ഗതാരിൽ നിറഞ്ഞവൾ നീയേ. തെളിയുമൻ കനവിലെന്നും നിൻമുഖം മാത്രം ഉയിരായി എന്ന ഗതാരിൽ നിറഞ്ഞവൾ നീയേ. കൈകളിലിട്ട് കുണുങ്ങിപ്പോകുന്ന പെണ്ണെ, കൊതിപ്പിക്കും നെഞ്ചിരിയാ ഞാൻ എന്നെ മറന്നടി പൊന്നെ. കരിവള കൈകളിലിട്ട് കുണുങ്ങിപ്പോകുന്ന പെണ്ണെ, കൊതിപ്പിക്കും നെഞ്ചിരിയാ ഞാൻ എന്നെ മറന്നടി പൊന്നെ.
തനനനനാനനാ താനനനനാനാ തനനനനാനനാ താനനനനാനാ തനനനനാനനാ താനനനനാനാ തനനനനാനനാ താനനനനാനാ മുഴുക മുഴുക എന്തു പറ്റിയടാ? ജോലിക്കൊന്നും പോയില്ലേ? എന്താടാ കിളവി, നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. എന്തോ ഒന്നോ രാവിലെ തൊട്ട് കിടക്കുന്ന കണ്ട് ചോദിച്ചതാ. വണ്ടി ഒന്ന് സൈഡാക്കി. ശരി സാർ. രവി, നീ ഇതെല്ലാം എടുത്ത് ബോണറ്റിന് മേലേക്ക്. ഓക്കെ സാർ. സാർ വെള്ളം തീർന്നു പോയി. ഒരു കാര്യം ചെയ്യ്, നീ ആ ചോലന്ന് കുറച്ച് വെള്ളം എടുത്തു. ഓക്കെ സാർ. വെള്ളം അടിക്കുന്നതായാലും മതി. അങ്ങോട്ട് നോക്കല്ലേ, അവനോട് അതെ, ഒന്ന് നിന്നേ. കുറച്ച് വെള്ളം നിന്നിട്ട് പോ. ഏയ് നിന്നോടാ തുളസി, നിന്നോടാ. വേഗം വാ. എടേ നീലസാരിക്കാരി, നിന്നോടാ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ നീ? ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താൽ അത് നല്ല കാര്യം, കള്ളു കുടിക്കാൻ കൊടുത്താൽ അത് മഹാപാപമാ. അത്രയ്ക്ക് അഹങ്കാരോ? നിക്കടേ, നിക്കടേ. ഞാൻ ഇത്ര വിളിച്ചിട്ട് നിനക്ക് നിക്കാൻ പാടില്ലല്ലേടി. എന്താടി ഈ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കടത്തിക്കൊണ്ട് വരണത്? ചുള്ളിയാ സാറേ. ചുള്ളിയുടെ ഉള്ളിൽ കഞ്ചാവാണോടി കടത്തണത്? സാറേ, ചുള്ളി മാത്രം സാറേ എടുത്തോണ്ട് പോകുന്നേ. കണ്ടിട്ട് അങ്ങനെയല്ലല്ലോടി തോന്നുന്നത്. അതിനകത്തൊന്നുമില്ല സാറേ. കിറ്റിന്റെ അകത്തൊന്നുമില്ല, പക്ഷേ നിന്റെയൊക്കെ ഡ്രസ്സിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. വാടി ഇങ്ങോട്ട്. നിന്നെ പോയാ മതി. മര്യാദക്ക് വന്ന ചെക്ക് ചെയ്തിട്ട് വിടാം. എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട, മര്യാദയ്ക്ക് അവരെ വിട്ടേക്ക്. നീ കൊള്ളാലോ. നീ നിന്റെ പണി നോക്ക്. സാറിന് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? നീ പോയില്ലേ? എന്ത് വൃത്തിയുടെ കാണിക്കുന്നേ? ഒട്ടും ശരിയില്ല. വേണ്ട സാറേ, അവളെ വിട് സാറേ. ഒരിടത്തിനിവിടെ കാണരുത്, പൊയ്ക്കൊള്ളാം. ഒന്നും ചെയ്യല്ലേ സാറേ. നിന്റെ അഭ്യാസം. വൃത്തിയോട് സംസാരിക്കരുത്, എന്റെ സ്വഭാവം മാറും കേട്ടാ. പിന്നെ നിനക്കിത്തിരി കൂടുതലല്ലേ? നീ ആരടാ ചെക്ക? സാരത്തിന് തിരക്കിലടാ. പോടാ പോടാ. നോട്ടം കണ്ട് എനിക്ക് നാണാവണടാ. പോടാ, പോവാൻ നോക്കടാ. എന്തെങ്കിലുമൊക്കെ നടക്കും. ഇത്രയ്ക്ക്
പിടിച്ചു. ആ അങ്ങനെ തന്നെ കറക്കിട്ട് മുഖം കിട്ടുന്നു കൊടുക്കും. നമ്മുടെ മുരുകന്റെ അടുത്ത് ആടാ നമുക്ക് നമ്മുടെ പണി നോക്കാം. ഓ അതൊന്നും മൂടി വെക്കും. അതൊന്നും ഒരു പ്രശ്നമില്ല. എന്താ മാമ? മുരുക മാമ, നിന്റെ മാമ മൂക്കൂട്ട കുടിച്ചിട്ട് വഴി തെറ്റി വന്നാണെന്ന് തോന്നല്ലോ. ശരി, സൂക്ഷിച്ച് വിളിച്ചോണ്ട് പോ. വെറുതെ മാനം കെടുത്താതോ മാമ. വിട്ടടേ. അല്ല നിങ്ങളെ വന്നതോ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോന്നേ. അതാ വരുന്നു. മോനെ ഇവിടെ തിന്നാനൊരു കോപ്പം ഉണ്ടാവില്ല. വാടാ പോവാന്ന്. നടക്ക്. അച്ഛാ അവരോട് കഴിച്ചിട്ട് പോവാൻ പറ. അയ്യോ മരുമോനെടാ. മോളെ വല്ലി, മരുമോന് കൈ കഴുകാൻ വെള്ളം കൊടുക്ക്. ഗ്ലാസ്സിലാണ് വെള്ളം കൊടുക്കാൻ പറഞ്ഞത്. അവളെന്താ കുടത്തോടെ എടുത്തോണ്ട് പോകുന്നത്? പൂത്തുവിടർന്നൊരു മാമലമേട്ടിൽ പൂങ്കുയില് പാടാനെത്തണ പൂമലമേട്ടിൽ. പൂങ്കുറിഞ്ഞി പൂത്തുവിടർന്നൊരു മാമലമേട്ടിൽ പൂങ്കുയില് പാടാനെത്തണ പൂമലമേട്ടിൽ. കാട്ടുമുല്ല പൂത്തതുപോലൊരു പെണ്ണൊരുത്തി കാട്ടുചോലയിൽ നീരാടുന്നൊരു തേൻകുറത്തി. കാട്ടുമുല്ല പൂത്തതുപോലൊരു പെണ്ണൊരുത്തി കാട്ടുചോലയിൽ നീരാടുന്നൊരു തേൻകുറത്തി. കല്ലുമാല കാതിൽ കടുക്കൻ കൈവളകൾ ചന്തമുള്ള ചിങ്കാരി പെണ്ണിന് എന്തൊരു ജേല്. കല്ലുമാല കാതിൽ കടുക്കൻ കൈവളകൾ ചന്തമുള്ള ചിങ്കാരി പെണ്ണിന് എന്തൊരു ജേല്. കാട്ടുഞാവൽ തേൻപഴം പോലൊരു കണ്ണഴക് വാഗമരം പൂത്തതുപോലൊരു മെയ്യഴക്. കാട്ടുഞാവൽ തേൻപഴം പോലൊരു കണ്ണഴക് വാഗമരം പൂത്തതുപോലൊരു മെയ്യഴക്. അത്തിന്തോ തിന്താരോ തക തെയ്യക്കന്താരോ അത്തിന്തോ തിന്താരോ തക തെയ്യക്കന്താരോ അത്തിന്തോ തിന്താരോ തക തെയ്യക്കന്താരോ അത്തിന്തോ തിന്താരോ തക തെയ്യക്കന്താരോ.
നനച്ച മോഹങ്ങളൊക്കെയും കാടിറങ്ങുന്നു. വെള്ളി മിഞ്ചി കുപ്പിക്കരിവള നിൻ കനവ്, നീ നനച്ച മോഹങ്ങളൊക്കെയും കാടിറങ്ങുന്നു. നീയൊരുത്തി കാത്തിരിക്കണം കുരയിലാരേ, ആണൊരുത്തൻ എത്തിടും പൊന്നെ താലിയുമായി. നീയൊരുത്തി കാത്തിരിക്കണം കുരയിലാരേ, ആണൊരുത്തൻ എത്തിടും പൊന്നെ താലിയുമായി. അത്തിന്തോ തിന്താരോ തങ്ങ തെയ്യ കന്താരോ, അത്തിന്തോ തിന്താരോ തങ്ങ തെയ്യ കന്താരോ, അത്തിന്തോ തിന്താരോ തങ്ങ തെയ്യ കന്താരോ, അത്തിന്തോ തിന്താരോ തങ്ങ തെയ്യ കന്താരോ. Sir, can I start now? പറയൂ. Frankly, it's a tremendous business idea globally. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കറണ്ട് ട്രെൻഡ് വെച്ച് ലോകമെങ്ങും പ്രകൃതി വിഭവങ്ങളെ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നതാണ് ടോപ്പ് ക്ലാസ് ബിസിനസ് ഫാഷൻ. പിന്നെ ഇത് മാത്രം നിങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ മഴ പെയ്യുന്ന കാട്ടിൽ ധനമഴ പെയ്യും. ശരിയപ്പോ താൻ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. താങ്ക് യു സർ. കണ്ടില്ലേ എല്ലാരും? സംഗതി കേട്ടപ്പോ തന്നെ കണ്ണു തള്ളിയില്ലേ? അതെ സാറേ. 2000 ഏക്കറാ, 5000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ. നമ്മൾ മാത്രമല്ല, ഇനിയും ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. 5000 കോടി ഒരു പ്രശ്നമൊന്നുമല്ല. വിഷയം ഈ 2000 ഏക്കറാ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവിടെ 1200, 500, 1700 ഏക്കറുണ്ട്. പിന്നെ എന്താണ് അതിന്റെ അടുത്ത് കിടക്കുന്ന കോലഞ്ചേരി, അവിടെ ഒരു 300 ഏക്കർ വന്ന് വിട്ടിട്ടുണ്ട്. അത് എൻക്രോച്ച് ചെയ്തെടുത്താ നമുക്ക് 2000 ഏക്കർ തികയും. അവന്മാര് നമ്മൾ വിചാരിച്ച പുള്ളികളല്ല, വില്ലന്മാരാ. എന്താ സാറേ, നിങ്ങൾ ഇത്ര വലിയ ഹോൾഡുള്ള ആളല്ലേ? സാർ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ദേ MLA ഉണ്ട്, DFO ഉണ്ട്, ദേ തഹസിൽദാര്, ഇൻസ്പെക്ടറായ ഞാനുണ്ട്. ഇത്രയും പേരില്ലേ? പിന്നെന്താ സോഷ്യൽ സർവീസ്, ഗ്രീൻ പൊളിറ്റിക്സ്, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളെ ഇവന്മാരൊക്കെ നമ്മുടെ അടിമകളല്ലേ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞങ്ങൾ ഏറ്റു. എന്തു പറയുന്നമ്മല്ലേ? പറഞ്ഞത് ശരിയല്ലേ സാറേ? സാറ് വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ കൈക്കുള്ളിൽ തന്നെയല്ലേ കോലഞ്ചേരി. സാറ് തുടങ്ങിക്കോ, ഞങ്ങൾ കൂടെ ഇല്ലേ? സാറേ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട. എല്ലാം ഫയലിലാക്കി സാറിന്റെ പേരിലാക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരാം. സാറേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരാം. വിഷമിക്കേ വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ? ശരി, ആയിക്കോട്ടെ. നിങ്ങളെ എല്ലാവരും വിശ്വസിച്ച് ഞാനങ്ങ് ഇറങ്ങുക. സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ തകർത്ത് കളഞ്ഞില്ലടാ. പറയൂ. ഇന്നലെ രാത്രി കോലഞ്ചേരി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് മുതലാളി ഭാഗ്യരാജ്, XMLA മേഘനാഥൻ, DFO ചിദംബരം എന്ന ഈ 3 പേരെ തട്ടിക്കൊണ്ടുപോയി സാർ. എപ്പോ? ഇന്നലെ രാത്രി. കൂടാതെ ഭാഗ്യരാജിന്റെ തോക്ക് എടുത്തോട്ട് പോയി സാർ. എവിടുന്ന്? കോലഞ്ചേരി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് സാർ. പണി കിട്ടി തുടങ്ങിയല്ലേ? എത്ര സന്തോഷത്തോടെ ജീവിച്ചതാണെന്നറിയോ? എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ?
ഇത് നോക്കടാ, മല്ലിയും മുരിയും പ്രേമിക്കാൻ തുടങ്ങിയപ്പോ തന്നെ വെള്ളിക്കൊലിസ് വാങ്ങിച്ചു കൊടുത്തടാ. നീയും ഗംഗയും തമ്മിൽ 4 വർഷമായിട്ട് പ്രേമിക്കുന്നതാ, നാളെ കല്യാണം നടക്കുന്നത്. നീ എന്ത് കോപ്പ് വാങ്ങിച്ചു കൊടുത്തടേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗംഗേ? ഇയാളിപ്പോ എന്റെ കുടുംബം മൊത്തം കുളം തോണ്ടല്ലോ. എന്തൊക്കെയോ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല ഗംഗേ, ഞാൻ പുതിയ കൊലുസ് ഗംഗേ, നീ എന്തൊക്കെയാ പറഞ്ഞേ? ഗംഗേ പറഞ്ഞേ. തെയ്യത്തിനം ദിനം ദിനം താര ദിനം ദിനം താര തകതിമിതോ 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 എങ്കട ഊരില് പന്തലൊടുക്കിട്ട് ചുന്ദരി പെണ്ണിന് താലികെട്ട് പൂക്കൾ നിരത്തി കുരുത്തോല തൂക്കിട്ട് ഗംഗമമായൊരു താലികെട്ട് തെയ്യത്തിനം ദിനം ദിനം താര ദിനം ദിനം താര തകതിമിതോ തെയ്യത്തിനം ദിനം ദിനം താര ദിനം ദിനം താര തകതിമിതോ നാട്ടുകാരെല്ലാരും കല്യാണം കൂടണ്, ആടിത്തിമർത്തി രസിച്ചിടണ്. പെണ്ണുങ്ങൾ കുട്ടികളെല്ലാരും പന്തലി താളത്തിൽ നൃത്തം ചവിട്ടിടണ്. അപ്പൂപ്പന്മാരെല്ലാം വെള്ളമടിച്ചിട്ട് പള്ള നിറച്ചോണ്ട് തുള്ളിടുന്നു. ചോരത്തിളപ്പുള്ള ചുള്ളന്മാരൊന്നിച്ച് ചുമ്മാ മുറ്റത്തൊരിളകിയാട്ടം. കല്യാണ ചെക്കന്റെ ഉള്ളിലൊരായിരം പൂത്തിരി ഒന്നിച്ചു കത്തിടുമ്പോൾ ഉള്ളിലെ നാണം മറച്ചു വെച്ചങ്ങനെ കല്യാണ പെണ്ണു കുളിരുകോരി. ആട്ടം മുറുകണ് പാട്ടും മുറുകണ് കല്യാണ വീട്ടിലൊരു ഉത്സവമായി. പെണ്ണിനും ചെക്കനും ആശംസയേകുന്നു എല്ലാരും ആഘോഷമോടെ ഇന്ന്. ആട്ടം മുറുകണ് പാട്ടും മുറുകണ് കല്യാണ വീട്ടിലൊരു ഉത്സവമായി. പെണ്ണിനും ചെക്കനും ആശംസയേകുന്നു എല്ലാരും ആഘോഷമോടെ ഇന്ന്. അതിലല്ലോ അന്തമില്ല. എന്താടാ പട്ടികളെ, കാട്ടിന്റെ നടുവിലാണോ ടോൾ ഗേറ്റ് വെച്ചേക്കുന്നത്? എന്താടാ റോഡിലെ കൊള്ളയടി പോരാഞ്ഞിട്ടാണോ ഇപ്പൊ കാട്ടിൽ തുടങ്ങിയിരിക്കുന്നത്? തുറക്കടാ പട്ടി. ഹരി, എന്താടാ മാമ? ഇനി മുതൽ നമുക്ക് ജീപ്പ് ഓടിക്കാൻ പറ്റൂല. എന്താ മല്ലികേ, ഇനി നിനക്ക് കോളേജിൽ പോകാനും പറ്റൂല. പെട്ടെന്ന് ബാലൻ സാറിന് ഫോൺ ചെയ്യ്. എന്താ എന്താ പറ്റിയ? എന്തായെന്നാ? നിങ്ങളെല്ലാം റോഡ് നിർമ്മിക്കാൻ വേണ്ടി നിവേദനം കൊടുത്തില്ലേ? അവിടെ ഇപ്പൊ ടോൾ ഗേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ മാമ ഈ പറയുന്നേ? എസ്റ്റേറ്റുകാര് വഴി തടഞ്ഞ് വേലി കെട്ടി വെച്ചിരിക്കാടാ മുരുക. അതൊന്നും അറിയാതെ ഇവിടെ പാട്ടും പാടി ഡാൻസും കളിച്ചോണ്ടിരിക്കുകയാണോ? അത് ചോദിക്കാൻ വന്ന എനിക്കൊട്ടും 2 കിട്ടിയടാ. വാടാ കാണിച്ചു കൊടുക്കാം. എന്താടാ എന്താടാ ഇത്? അവിടെ മുരുകൻ ചിറ്റപ്പനെ പോലീസുകാർ തല്ലി ചതയ്ക്ക. എടോ, മട പൊളിക്കുന്നു, ഗേറ്റ് തകർക്കുന്നു, അത് ചോദിക്കാൻ വന്നവരെ നിങ്ങൾ തല്ലി ഓടിക്കുമല്ലടാ. സ്ഥലത്തിന്റെ ഉടമ കേസ് തന്നാ അറസ്റ്റ് ചെയ്ത് നിന്നൊക്കെ കെട്ടിപ്പിടിക്കണോടാ. മാറി നിൽക്കണോ കൊണ്ട്. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതല്
ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴി കൊണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ എന്നാ ചെയ്യും സാറേ? ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്ന വെള്ളം എസ്റ്റേറ്റുകാർ തടഞ്ഞു വെച്ച് അവരുടെ സ്ഥലത്തേക്ക് ഒഴുക്കി വിട്ടോണ്ടിരിക്കുക. ഞങ്ങൾ എന്നാ ചെയ്യും സാറേ? സാറേ, വെള്ളം കുടിക്കാനും കൃഷി ചെയ്യാനും വേണ്ടിയാ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവരെ പോലെ ബോട്ടിലാക്കി കച്ചവടം ചെയ്യാല്ല ഞങ്ങള്. ഈ തർക്കുത്തരം പറച്ചിലൊന്നും എന്നോട് വേണ്ട. എന്തെങ്കിലും പറയാണ്ട് സ്റ്റേഷനിൽ വന്നിട്ട് പറ. എന്തൊക്കെയുണ്ട് ബാലൻ, സുഖാണോ? ആ, എന്താ ജാമ്യം എടുക്കാൻ വന്നതാ? എന്താ സാർ നിങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിപ്പോയി ചെടിയുടെയും മരത്തിന്റെയും മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ എടുക്കുന്നതിന് പകരം ഈ കാടന്മാർക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്ത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? സൂക്ഷിക്കണം സാർ. സോഷ്യൽ സർവീസ്, ഗ്രീൻ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരുടെ ഫയൽ അതേ ഇരിക്കുന്നേ. സൂക്ഷിച്ച സാറിന് കൊള്ളാം. ഡോ സാർ, ഇറക്കി വിടവനെ. ഓക്കെ സാർ. അവന് കുറച്ച് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക് സാറേ. ചോരത്തിളപ്പ് അല്പം കൂടുതലാ. സാർ, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരങ്ങനെയുള്ള പിള്ളേരെ അല്ല സാറേ. അതിനെന്താ സാറേ, അവരുടെ അവകാശമല്ലേ ചോദിച്ചേ? അതിലെന്താണ് സാറേ ഇത്ര വലിയ തെറ്റ്? ശരി സാറേ, വരട്ടെ. ആ, വിളിച്ചോണ്ട് പോക്കോ സാറേ. 2 ദിവസത്തിനുള്ളിൽ 4 കേസ് ചാർജ് ചെയ്യുന്നതിന് അകത്താക്കൂടാ. ഹലോ, എന്താണ് ദേവരാജേ? സാർ നമസ്കാരം. അവനെ 4 ദിവസം അകത്തിട്ട് ചവിട്ടാൻ പറഞ്ഞിട്ട് അവന് ജാമ്യം കൊടുത്തെന്ന് കേട്ടു. അത് ഒന്നുമില്ല സാറേ, മേളിൽ നിന്ന് നല്ല പ്രഷറായിരുന്നു. മേളിന്ന്? അതേതാണ് എനിക്കറിയാൻ പാടില്ലാത്ത മേളിന്ന്. അല്ല, അത് പിന്നെ സാറേ, ഇത് കേക്ക്, കൈ കിട്ടുന്നവനൊക്കെ അപ്പൊ തന്നെ പദം വരുത്തി വിട്ടേക്കണം. അവൻ എവിടെ പോവാനാ സാറേ? എത്രയും പെട്ടെന്ന് അകത്താക്കി പിഴിഞ്ഞെടുത്തോളാം. സാറൊന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കൊരു കണക്കുണ്ട്. അത് തെറ്റിയാ എന്റെ പിന്നിൽ നിൽക്കുന്നവന്റെ ഒക്കെ കാര്യം പോക്കാ. അത് ഓർമ്മയിരിക്കട്ടെ. ഇല്ല സാർ, ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഈ നിലം എസ്റ്റേറ്റ് മുതലാളി ഭാഗ്യരാജന്റെ പേരിലാണ്. ഈ നിലം മാത്രമല്ല, ഈ നാടിന് ചുറ്റുമുള്ള ഏലത്തോട്ടം, കാപ്പിത്തോട്ടം എല്ലാം ഭാഗ്യരാജന്റെ മുത്തച്ഛന്റെ പേരിലാണുള്ളത്. അതുകൊണ്ട് എന്താ ഈ കഥയെല്ലാം ഞങ്ങള് ചത്ത് മണ്ണായി ശവത്തിന് മേലെ പുല്ലുരുത്താ പോലും നടക്കുമെന്ന് കരുതണ്ട. മഹാരാജാവിന്റെ കാലത്ത് നമ്മുടെ മുതുമുത്തച്ഛന്മാർക്ക് പാട്ടം കിട്ടിയ ഈ മണ്ണില് കിളച്ച് ഉഴുത് കൃഷി ചെയ്ത് അധ്വാനിച്ചത് ഞങ്ങളുടെ മക്കളാ. എന്താ ഏട്ടാ, നിങ്ങളുടെ നിയമമൊക്കെ വാക്കിലല്ലേ ഉള്ളൂ, ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് അറിവ് നേടിക്കൊടുക്കാതെ കാട്ടുവാസികളായിട്ട് വളർത്താനാണോ? എടോ, അറിവെന്ന് പറഞ്ഞല്ലേ, എന്തോന്ന് അറിവ്? കാടെല്ലാം നശിപ്പിച്ച് കെട്ടിടം ഉണ്ടാക്കുന്നതാണോ അറിവ്? ഈ കാടാണ് ഞങ്ങളുടെ അറിവ്. ഈ കാടിന് പറഞ്ഞു തരാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലൊന്നും നിങ്ങളുടെ നാടിനും പറ്റില്ല. നിങ്ങൾ നഗരം എന്ന് പറയുന്നില്ലേ, അത് ശരിക്കും നരകമാ. ഈ കാട്ടിലെ ജീവിതമാണ് ശരിക്കും സ്വർഗം. അതെ, പറയുന്നത് കേക്ക്. ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം അധികമായതിനാൽ മനുഷ്യവാസി യോഗ്യമല്ലെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. സർക്കാർ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾക്കൊരു ചില്ലി കാശ് പോലും കിട്ടില്ല. ഇതാ നോക്കിയേ, ഭാഗ്യരാജ് എന്ന കാശ് വാങ്ങിച്ചിട്ട് ഉള്ള നേരം കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കും. ഞങ്ങൾ ഇവിടുന്ന് വിരട്ടി ഓടിച്ചാ ഈ കാട് നശിച്ചു പോവും. ഇത് നോക്കുമോളെ, നിയമം അവർക്ക് അനുകൂലമായിട്ടാണുള്ളത്. സർ, വന അവകാശ നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോലുള്ള ആദിവാസികൾക്ക് ആകെയുള്ള ജീവിതമാർഗം ഈ കാട് തന്നെയാ. ആഹാരത്തിന് മാത്രമല്ല ഞങ്ങൾക്കുള്ള അവകാശം, സർക്കാരും വനം വകുപ്പും പതിച്ചു തരുന്ന പട്ടയത്തെ ഞങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള അവകാശം നിങ്ങളുടെ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സ്ഥലമെല്ലാം ഞങ്ങളുടെ പേരിൽ എഴുതി തന്ന പിന്നെ ഈ കാട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല എന്ന കാരണം കൊണ്ടല്ലേ നിങ്ങൾ നടപടി എടുക്കാത്തത്? അതെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. കേൾക്കുന്നതും കേൾക്കാത്തതും നിങ്ങളുടെ തലയിലെഴുത്ത്. അയ്യോ ചേട്ടാ, ഞങ്ങളുടെ തലയെഴുത്ത് നോക്കാൻ ഞങ്ങൾക്കറിയാം. ചേട്ടൻ വന്ന വഴിക്ക് പോകാൻ നോക്ക്. ഇതൊക്കെ അവർക്ക് അറിയണം, പഠിച്ചവരല്ലേ. ഇല്ലേ സാർ? മാമാ, ഇച്ചിരി തേനയിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തേക്ക്, വാങ്ങിട്ട് പോട്ടെ. എന്താടോ, എല്ലാവരിലും പദവി അധികാരമൊക്കെ ഭദ്രമാണല്ലോ അല്ലേ? മാസം മാസം ഞാൻ തരുന്ന തുട്ട് അത് കൃത്യമായിട്ടും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ പിന്നെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പ്ലാനെല്ലാം ഇട്ടിരിക്കുന്ന പക്ക റെഡിയാ. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാ. ഇനി ഇതെപ്പ തീരുമെന്നാ? നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, ഞാൻ എന്റെ വഴിക്ക് ഡീൽ ചെയ്തോളാം. നല്ലതോ ചീത്തയോ തുടങ്ങിയിട്ട് തീർക്കണം എനിക്ക്. സാറേ, സാറിന്റെ കണ്ണ് പതിഞ്ഞിടവും കാല് പതിഞ്ഞിടവും പട്ടയം വാങ്ങിച്ച് കല്ലിട്ടോളാം. എന്തിനാ വിഷമിക്കുന്നേ? പറയുമ്പോ നല്ല പാൽപ്പായസം പോലെ കേൾക്കാൻ നല്ല സുഖമാ. പക്ഷെ നടത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടേ. അതിന് XMLA വേയർക്കും. സാറേ, ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. ഞങ്ങളെ വിശ്വസിക്കേ. എടോ, ഇതെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റാ.
അവരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. എല്ലാം അവർക്ക് പേപ്പറിൽ കാണിച്ചു കൊടുക്കണം. സാറേ, ഈ പ്രാവശ്യം ചെറിയൊരു പ്രശ്നം പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. സാറ് വിഷമിക്കേണ്ട കാര്യമില്ല. 3 പേരും കൂടെ ഇപ്പൊ തന്നെ മൂഞ്ചിച്ചക്ക എന്ന് പറയുന്നുണ്ട്. അവസാനം എല്ലാം കൂടെ എന്നെ മൂഞ്ചിക്കുമെന്നാണ് എനിക്ക് സംശയം. എന്താ വല്യപ്പാ, ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങിയില്ല. മോരെങ്ങോട്ടാ പോകുന്നേ? കാവലിരിക്കാൻ പോവാ. എന്റെ സംശയം ഇത് വല്ല ആന ചവിട്ടിക്കൊന്നതോ മറ്റോ ആണെന്നാ. ഇവൻ മൂക്കുമുട്ട കുടിച്ചിട്ട് ആന വരുന്ന വഴി കിടന്നുറങ്ങിക്കാം. ആന പണിയും കഴിഞ്ഞ് കാട് കയറി പോയിട്ടുണ്ടാവും. അതിന് പോലീസുകാര് നമ്മളെന്ത് ചെയ്യാനാ? സാറേ, എന്ത് വർത്താനാ ഇത്? ഹരിന്ന് പറയുന്നത് ഇവൻ ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടില്ല. ഇവൻ കള്ളു കുടിച്ചത് ഞാൻ പറഞ്ഞ പോലെ ഈ നാട്ടുകാർ വിശ്വസിക്കില്ല. കൃഷിത്തോട്ടത്തിൽ കാവല് നിൽക്കുന്ന സമയത്ത് ഈ കോലഞ്ചേരിക്കാരും കുടിക്കുകയില്ല, കാലം ചെരുപ്പ് ഇടുക. അറിയാമോ നിങ്ങൾക്ക്? ഞങ്ങള് ജോലി ചെയ്യുന്നത് ഭയഭക്തിയോടെയാ. അതാ ഞങ്ങളുടെ പാരമ്പര്യം. ഇതൊന്നും അറിയാത്തവരായി നടിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുക? ആള് കുത്തിയിട്ട് ആന കുത്തിന്ന് പറയുക. ഇതാർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക്. അപ്പോ ഇത് ഞങ്ങൾ ചെയ്താണോടാ? അതേടാ, നീയൊക്കെ ചെയ്തേ. കാട്ടുമക്കളല്ലേ, ചുമ്മാ കരിമ്പ് കടിച്ച് തുപ്പെന്ന് പോലെ തുപ്പാന്ന് കരുതിയല്ലേ? വീട്ടില്ലവന്മാരെ ഒന്നും. പരനാറി, സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിന്നെയൊക്കെ പുറത്താക്കാൻ ഓർഡർ കിട്ടിയപ്പോഴേ തെരുവ് പട്ടികളെ പോലെ അന്നേ അടിച്ച് നിന്നെയൊക്കെ പുറത്തിറക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതാടാ തെറ്റ്. ഇനി ഈ കാടിനകത്ത് നിന്റെയൊക്കെ പൊടി പോലും കാണരുത്. നീയൊക്കെ ഇവിടുന്ന് പോകുന്നോ അതോ ഇവിടെ കിടന്ന് ചാവുന്നോ? ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? ആന ചവിട്ടിക്കൊന്നിട്ട് ആള് കൊന്നു പറയാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാം ആരാ കൊന്നെന്ന്. ഇപ്പൊ എല്ലാരും പോവാൻ നോക്ക്. സ്ഥലം വിട്. പോവാനല്ലേ പറഞ്ഞു? കൂട്ടം കുടിക്കാതെ പോവാൻ നോക്ക്. പോ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ? പോ എല്ലാരും പോ. ഇവിടെയുള്ള വീടുകളെല്ലാം തകർത്ത് കളഞ്ഞ് കാട് നശിപ്പിച്ച ഇവരൊക്കെ മുടിഞ്ഞു പോവുകയുള്ളൂ. മൂപ്പ, ഈ കാട് നമ്മുടേതാ. നമ്മളെല്ലാം കാടിന്റെ മക്കളാ. ഈ ചട്ടം പട്ടയം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ കാടിൽ നിന്ന് ഓടിക്കാനൊന്നും പറ്റില്ല. ഇവന്മാരൊക്കെ 100 പട്ടയം കാണിച്ചാലും ഒന്നും സംഭവിക്കില്ല. അതാണ് അവര് ജീവൻ എടുക്കാൻ തുടങ്ങിയത്.
ഇനി നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ മണ്ണും ആളുകളെ രക്ഷിക്കണമെങ്കിൽ കലക്ടറെ കണ്ട് നിവേദനം കൊടുത്തേ മതിയാവൂ. ഞങ്ങളുടെ നാട്ടിലെ ഹരി എന്ന പയ്യനെ അന്യായമായിട്ട് കൊന്നു കളഞ്ഞു. അതിനെപ്പറ്റി പോലീസിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല സാറ്. അതുകൊണ്ടാണ് കളക്ടറെ കണ്ട് ഈ പരാതി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അതെ, കളക്ടർ മാഡം വേറെ ജോലി തിരക്കില്ല. നിവേദനം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ തന്നോളൂ, ഞാനത് മാഡത്തിന് കൊടുത്ത് തീരുമാനം ഉണ്ടാക്കാം. എപ്പോ വന്നാലും എത്ര നിവേദനം കൊടുത്താലും ഇത് തന്നെയല്ലേ പറയുന്നേ? കാട്ടില് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവൻ എന്താ ഒരു വിലയില്ലേ? ഒരു ജീവൻ പോയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോവാണോ? അവസാനമായിട്ട് പറയാ, കളക്ടറെ കണ്ട് നിവേദനം കൊടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. നിങ്ങളെ പോലെ ഡെയിലി ആയിരക്കണക്കിന് പേര് ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? സാറേ, ജനങ്ങൾക്ക് വേണ്ടിയില്ല ഈ സർക്കാർ. മുതലാളിമാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാത്രമാണ് ഈ സർക്കാർ. ഞങ്ങളെന്താ മനുഷ്യരല്ലേ? അതെ, എന്ത് തോന്നിവാസം നിങ്ങൾ ഈ പറയുന്നത്? കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണ ഞാൻ. നിങ്ങൾക്കൊട്ടും മനസാക്ഷിയില്ലേ? പാവപ്പെട്ടവരുടെ ജീവൻ ഒരു വില ഇല്ലാതായി പോയോ? നോക്കിയേ, ഈ പ്രശ്നം തീരാതെ ആരും ഇവിടുന്ന് പോവരുത്. അതെ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, കളക്ടറെ കാണാതെ നമ്മൾ ആരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല. കോൺസ്റ്റബിൾ, ഇവരെ പറഞ്ഞു വിടാൻ നോക്ക്. സാർ, ഈ പ്രശ്നം ഒന്ന് തീർക്കാന്ന് വെച്ചാ നിങ്ങളത് വലുതാക്കുവാണല്ലോ. മരിച്ചുപോയത് ഈയിടെ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പയ്യനാ. 2 കുടുംബമാണ് അനാഥമായത്. നിങ്ങളുടെ ഈ തോന്നിവാസം കേൾക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല. അതെ, മാഡം പോരും. ഇവരൊക്കെ ഒന്ന് മാറ്റി നിർത്ത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. കളക്ടർ വരാതെ ഞങ്ങൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. എല്ലാരും ഇവിടെ ഇരിക്കും. എല്ലാരും പോകുന്നില്ല. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കും. സബ് കളക്ടർ നീതി വേണം. ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ആരും ആവശ്യമില്ലാതെ കളക്ടർ ഓഫീസിൽ കൂട്ടം കൂടിയിരിക്കരുത്. എല്ലാവരും ഉടനെ പിരിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ലാത്തി ചാർജ് ചെയ്ത് ഒഴിപ്പിക്കേണ്ടി വരും. എന്ത് ലാത്തി ചാർജ്? ഞങ്ങളുടെ ജീവൻ പോലും നീതി കിട്ടുന്നവരെ പോരാടും, പോരാടും, പോരാടും. കോൺസ്റ്റബിൾസ്, എല്ലാത്തിനും അടിച്ചു നിരത്ത്. കൊലയ്ക്ക് പിന്നിലെന്നും എന്തിനാ ചെയ്തതെന്നും എല്ലാ അധികാരികൾക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും അധികാരികൾ ഞങ്ങളുടെ വാക്ക് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇതിങ്ങനെ പോയാൽ ഞങ്ങളെ ഓരോരുത്തരെയായി ഇല്ലാതാക്കും. കാടിനെ തന്നെ ഇവരെ നശിപ്പിക്കും. ഗ്രാമത്തിലെ ആളുകൾ എനിക്ക് കാണാൻ കഴിയാതെ പോയതിലും അവിടെ നടന്ന സംഭവത്തിലും എനിക്ക് അതിയായ ഖേദമുണ്ട്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ അതേ സ്ഥലത്ത് പുതുതായി കെട്ടിയ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് താങ്കൾ പോയില്ലേ? അത് നേരത്തെ കൊടുത്ത അപ്പോയിന്റ്മെന്റാ. അവര് നിവേദനം തന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി എടുക്കാൻ കഴിയും എന്ന് ഞാൻ നോക്കട്ടെ. താങ്ക് യു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ലാത്ത ഇവർക്ക് മന്ത്രിയുടെ വീട്ടിലെ കല്യാണത്തിനും കാതുകുത്തിനും പോകാൻ നേരമുണ്ട്. ഇതാണ് പാവം ജനങ്ങളുടെ വിധി. വർഷാവർഷം കളക്ടർക്ക് നിവേദനം കൊടുത്തു. അവരത് നോക്കിയിട്ട് പോലുമില്ല. ഹോട്ടൽ ഉദ്ഘാടനം, കല്യാണം, കാതുകുത്ത്, ഇതിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം പോലും ജീവൻ നഷ്ടപ്പെടുന്ന നമ്മൾക്കില്ലടാ. നമ്മളെ അവന്മാരെ നേരത്തെ ചവിട്ടിയതൊന്നും നമുക്ക് മറക്കാൻ പറ്റൂലടാ. നമ്മളുടെ വേദനയും വിഷമവും മനസ്സിലാക്കാതെ നാളെ ഏതോ മിനിസ്റ്ററുടെ മോളെ കല്യാണത്തിന് പോവേ അവര്. നാളെയല്ലേ പോകുന്നേ? എങ്ങനെ പോകും നമുക്ക് നോക്കാം. കോൺസ്റ്റബിൾസ്, കളക്ടറെ നോക്ക്. ഓടരുന്ന് പറഞ്ഞു.
കോലഞ്ചേരി വനപ്രദേശത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ജില്ലാ കളക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോലഞ്ചേരി ഗ്രാമത്തിലെ മുരുകനും അവന്റെ കൂട്ടാളികളെയും കണ്ട ഉടനെ വെടിവെക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നു. കഠിനമലക്കരികിലായി മുരുകനും കൂട്ടുകാരും പതുങ്ങിയിരിക്കുന്നതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സംശയാസ്പദമായ ആരെങ്കിലും ചെക്ക് പോസ്റ്റ് വഴി വന്നാൽ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അവിടെ നിൽക്കാൻ അവരൊക്കെ അപ്പുറത്തൂടെ ഓടിയിടാ. അവര് വന്നോളും, നീ വാ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. സത്യം പറയുന്നത് ഞങ്ങൾ വന്നിട്ടില്ല സാറേ. ഒരു ദയം കേട്ടാൻ പാടില്ലടാ സാറേ ഞങ്ങളെ കൊല്ലല്ലേ. അടുത്തത് നീയൊക്കെയാടാ. ഇവിടെ തൽക്കാലം താൻ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തുണ്ടായാലും ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? സാറേ എന്തിനാ സാറേ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഏയ്, കളക്ടറെ കൊന്നിട്ട് കാട്ടിലൊളിച്ചിരിക്കുന്നവന്മാര് പുറത്തു വരാതെ ഒരുത്തിന് ഇവിടുന്ന് പോകാന്ന് വിചാരിക്കണ്ട. ഇത് ചില്ലറ കാര്യമല്ല, 3 ജീവനാ പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് പോലീസുകാർ വെറുതെ ഇരിക്കുന്നതാണോ നിങ്ങൾ കരുതിയേ? ഒരുമിച്ചിട്ട് എല്ലാത്തിനെയും തീർത്ത് കളയും. സാർ ഞങ്ങളെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. എന്തോ ചതി നടന്നിട്ടുണ്ട് സാർ. പിന്നെ എന്തിനാണ് അവർ ഒളിവ് പോയിരിക്കുന്നത്? ഒന്നുകിൽ അവന്മാര് സ്വയം സറണ്ടർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തണം. അതെ, അവരായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ഇല്ലെങ്കിൽ ഒരുത്തന്റെ എല്ല് പോലും ബാക്കിയുണ്ടാവില്ല. സർ, നിങ്ങൾക്ക് ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഈ കാട് നിങ്ങൾ വെറുതെ വിടുന്നു കരുതണ്ട. ഏയ്, എന്തടി നിങ്ങൾ കാട് മല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അന്നേ പറഞ്ഞതല്ലേ സ്ഥലം തരാം, വീട് കെട്ടിത്തരാന്നൊക്കെ. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദാ നോക്ക്, ഈ കാട്ടിൽ ആര് വേണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. നീയൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? മനസ്സിലായോ? സാറേ ഞങ്ങളെ എല്ലാവരും മേഘടുന്ന് പുറത്തു വിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. സാറ് തന്നത് കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണെങ്കിലും സൂപ്പർ സാധനമാണ് കേട്ടോ തന്നത്.
വാടാ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അവനെ തീർത്തിട്ട് ഞാൻ വരാം. മല്ലിക, വേണ്ട മല്ലിക, എന്നെ വിട്ടേരെ മല്ലിക. ഈശ്വരനോടത്തൊന്നും ചെയ്യില്ല മല്ലിക. എന്റെ ബംഗ്ലാവ്, ഗസ്റ്റ് ഹൗസ്, എന്റെ കാറ് എല്ലാം നീ എടുത്തോ മല്ലിക. എന്നെ വിട്ടേരെ മല്ലിക. ജീവിക്കാൻ കൊതിയുണ്ടല്ലേ? അപ്പൊ ഞങ്ങളുടെ ജീവനോ? ഞങ്ങൾ ഇവിടെ എത്ര സന്തോഷായിട്ടാ ജീവിച്ചെന്നറിയോ? എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? നിന്നെ കൊല്ലാതെ വിടില്ലടാ. തെറ്റ് തെറ്റ് എല്ലാം ഈ സ്ഥലത്തിനോട് ഇത്ര ആർത്തി. ആർത്തി മൂത്തതാ മല്ലിക. എല്ലാ തെറ്റുകളും ഞാൻ തന്നെ ചെയ്ത് എതിർത്ത കളക്ടറെ കൊന്നതും ഞാൻ തന്നെയാ മല്ലിക. കരിയെ കൊല്ലിച്ചതും ഞാനാ. 7 SI കൊന്നതും ഞാൻ പറഞ്ഞിട്ടാ. ഇതിനെല്ലാത്തിനും ഉത്തരവാദി ഞാനാ. എന്നോട് ക്ഷമിക്കണം മല്ലിക. മുരുകനെ ഞാനാ. കൊല്ലാതെ വിടില്ലടാ ഞാൻ. മഹാഭാവി, നിന്നെ ഞാൻ കൊല്ലു. ജീവിച്ചിരിക്കാൻ പാടില്ല. മല്ലികെ, നിങ്ങളെല്ലാവരും ആയുധം താഴെയിട്ട് പോലീസിൽ സറണ്ടർ ആവ്. എന്റെ അന്വേഷണത്തിൽ ഇവരാണ് തെറ്റുകാരെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കാം. നിങ്ങളെ ഞാൻ രക്ഷിക്കാം. ആര്? നിങ്ങള് ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നോ? ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചവൻ നിങ്ങളുടെ അടുത്ത് നിൽക്കല്ലേ? അവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ ഇവനെ? ഇവനൊക്കെ ചത്താലേ ഈ കാടിനെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ പറയുന്ന കേക്ക് മല്ലികെ, നിങ്ങൾ ഇവരെ കൊന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങളെ തീവ്രവാദിയായി പ്രഖ്യാപിക്കും. ഇപ്പൊ തന്നെ തീവ്രവാദിയാക്കിയില്ലേ? ഞങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെയാ ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത്. മുരുകൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് പട്ടണത്തിലെ പോലെ വികസനം ഒന്നും വേണ്ടെന്ന്.
നമുക്ക് ഈ കാടും മലയും മാത്രം മതി, ഇതൊക്കെ നമ്മുടെ വംശത്തെ കാത്തു സൂക്ഷിക്കുമെന്ന്. എന്നാ ഇപ്പോ ആയുധം എടുത്ത് പോരാടിയ മാത്രം ഈ കാട് ഞങ്ങൾക്ക് കിട്ടും. അതിന് കാറ്റക്കാരാരാ? അവസാനമായിട്ട് എല്ലാരോടും പറയാ, കയ്യിലുള്ള ആയുധങ്ങൾ താഴെ വെച്ച് എല്ലാവരും തറയിലിരിക്കെ, ഇല്ലെങ്കിൽ നീ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ചത്താലും കുഴപ്പമില്ല. അവരാരും ജീവനോടെ ഇരിക്കാൻ പാടില്ല. വേണ്ട, നിയമം കയ്യിലെടുക്കരുത്. തോക്ക് താഴെയിട്. ബോംബ് വെച്ച് നാട് നശിപ്പിക്കുന്നവൻ മാത്രല്ല, സ്വന്തം കാട് നശിപ്പിക്കുന്നവനും തീവ്രവാദി തന്നെയാ. ഇവനെ ഞാൻ ജീവനോടെ വിടില്ല. മല്ലി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ തോക്ക് താഴെയിട്. അവനൊക്കെ ജീവനോടെ ഇരുന്ന് നമ്മുടെ മണ്ണ് കാക്കാൻ പറ്റില്ല. നമ്മുടെ പരമ്പര തന്നെ നശിച്ചു പോകും. മല്ലികേ, ഇയാള് പറയുന്നത് കേൾക്കരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. തോക്ക് താഴെയിട്. താഴെയിട്. വേണ്ട മല്ലികേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാം. താഴെയിട്. തോക്ക് താഴെയിട്. താഴെയിട് മല്ലി. അയ്യോ, ഇതിനു വേണ്ടിയാ, ഈ കാടിന് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത്. ഇനി ഈ കാടെല്ലാം എനിക്ക് സ്വന്തം. ജില്ലാ കളക്ടർ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ട സ്പെഷ്യൽ ഓഫീസറെ കോലഞ്ചേരിക്കാരനായ മുരുകനും കൂട്ടരും ചേർന്ന് വെടിവെച്ച് കൊന്നതിന് ശേഷം രക്ഷപ്പെട്ടു. അവിടെ നടന്ന വെടിവയ്പിൽ ഇൻസ്പെക്ടർ ദേവരാജൻ മല്ലി എന്ന പെൺകുട്ടിയെയും നാട്ടുമൂപ്പനെയും എൻകൗണ്ടർ ചെയ്ത് വ്യവസായി ഭാഗ്യരാജ്, എക്സ്-MLA മേഘനാഥൻ, DFO ചിദംബരം എന്നിവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. അതിനെ തുടർന്ന് കോലഞ്ചേരി നിവാസികളെ അവിടെ നിന്ന് പുറത്താക്കാൻ സർക്കാർ ഉത്തരവിട്ടു. തലവൻ മുരുകനെയും കൂട്ടാളികളെയും കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. Hey, older man. Hey, older man. Where is the Green Force Resort? Green Force Resort എവിടെയാണ്? Hey, older man. Hey. Bloody older man.